ആരാണ് ഈശ്വരൻ? പ്രജ്ഞാനമാണ് ഈശ്വരൻ എന്ന് പറയും. നമ്മൾ ആത്മാവായി ഉപാസിക്കുന്നത് എന്തിനെയാണോ? ജീവാത്മാവും പരമാത്മാവുമുണ്ട്. ഈ രണ്ടിൽ ഏതാണ് ഈശ്വരൻ? രൂപങ്ങൾ കാണുക, ശബ്ദങ്ങൾ കേൾക്കുക, വാസനകളെ ഘ്രാണിച്ചറിയുക, വാക്കുകൾ കൊണ്ട് വ്യവഹരിക്കുക, സ്വാദുള്ളതും ഇല്ലാത്തതിനെയും തിരിച്ചറിയുകയും ചെയ്യുന്ന ആത്മാവ്. അതെ, ആ പരമാത്മാവ് തന്നെയാണ് ഈ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത്. ഹൃദയമെന്നും നമ്മൾ മനസ്സെന്നും പറയുന്നത് അതിനെ തന്നെയാണ്. ജ്ഞാനം, ബുദ്ധിശക്തി, ഗ്രഹണശക്തി ഇവയെല്ലാം ആ പ്രജ്ഞാനത്തിൻ്റെ പേരുകളാണ്, ഈശ്വരൻ്റെ നാമങ്ങളാണ്. ലോകത്തെ ഭരിക്കുന്ന ദേവതകളും പഞ്ചമഹാഭൂതങ്ങളും ചെറുതും വലുതുമായ എല്ലാ ജീവജാലങ്ങളും ഇളകുന്നതും ഇളകാത്തതുമായ പ്രപഞ്ചവസ്തുക്കളും എല്ലാം ആ പ്രജ്ഞയാൽ നയിക്കപ്പെടുന്നതും ആ പ്രജ്ഞാനത്തിൽ പ്രതിഷ്ഠിതവുമാണ്. അവിടുത്തെ പ്രജ്ഞയാണ് എല്ലാറ്റിനും ആശ്രയമായിട്ടുള്ളത്. അതിനാൽ പ്രജ്ഞാനം തന്നെയാണ് ബ്രഹ്മം. ഉപനിഷത്തിൻ്റെ ആ ഉപനിഷത് ജ്ഞാനത്തിൻ്റെ പരമസീമയാണ് ബ്രഹ്മം. അതുകൊണ്ട് പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യവും നമുക്ക് അറിയാൻ സാധിക്കുന്നു. എങ്ങനെ വേണം ശാന്തമായി ഈ ഉപനിഷത് സൂക്തത്തെ നമ്മൾ ചിന്തനം ചെയ്യണമെന്നാണ്. മനുഷ്യനിലെ അറിവ് എന്ന പ്രക്രിയയുടെ രഹസ്യങ്ങൾ ശാന്തമായി നമ്മൾ വിചാരം ചെയ്യുമ്പോൾ പിടികിട്ടുമെന്ന്. ശരീരത്തെ ചൈതന്യവത്താക്കുന്ന ജീവാത്മാവുണ്ട്. പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന അല്ലെങ്കിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടുള്ള പരമാത്മാവുമുണ്ട്. ആരാണ് അറിവെന്ന പ്രക്രിയയുടെ നാഥൻ? കാരണം നമുക്കറിഞ്ഞേ മതിയാവൂ. എന്തെന്നാൽ ജ്ഞാന ആർജന പ്രക്രിയയാണ് നമ്മെ നാമാക്കുന്നത്. ഏതൊരാളെയും ശ്രേഷ്ഠനാക്കുന്നത് ആ അറിവാണ്. അപ്പോൾ ആ ജ്ഞാന ആർജനം അതാണ് പ്രാധാന്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഉപനിഷത്ത് ചോദിക്കുന്നു, സ ആത്മാ കധരം, അറിയുന്ന ആ ആത്മാവ് ഈ രണ്ടിൽ ഏതാണ്? നമ്മൾ സാധാരണ ജീവാത്മാവെന്നും പരമാത്മാവെന്നും പറയാറുണ്ട്. ആ പരമാത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ ഈ രണ്ടിൽ ഏതാണ്? ജീവാത്മാവ് ശരീരസ്ഥിതനായിരിക്കുമ്പോൾ ആ ജീവാത്മാവിന് അറിവുകൾ ലഭിക്കുന്നുണ്ടല്ലോ. അറിയാനും ഉദ്ഗതി നേടി സുഖിയായി ഭവിക്കുവാനും അവൻ എപ്പോഴും ആഗ്രഹവുമുണ്ട്. ഈ ജീവാത്മാവിന് എപ്പോഴും സുഖിയായിരിക്കുവാനുള്ള ആഗ്രഹം. ഈ ആഗ്രഹം ആ ജീവാത്മാവിൻ്റെ ജന്മനാ ഉള്ള സ്വഭാവമാണെന്ന് പറയുന്നു. പാട്ടു കേൾക്കുവാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ പാട്ട് ഞാനാകില്ലല്ലോ. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, അറിവ് അവനിൽ ഇല്ല. ജീവാത്മാവിനുള്ളിൽ അറിവില്ല. തന്നിലുള്ള ഒന്ന് ആരും പുറത്തുനിന്ന് നേടാൻ ആഗ്രഹിക്കില്ല. നമുക്ക് കൈവശമുള്ള ഒരു വസ്തുവിനെ നമ്മൾ വീണ്ടും നേടാൻ ആഗ്രഹിക്കില്ല. കാരണം നമ്മളുടെ കൈവശം ആ വസ്തുവുണ്ട്. അപ്പോൾ ആ അറിവ് എവിടെയാണ്? ആ അറിവ് ഈശ്വരനിലാണ്. അറിവാണ് ഈശ്വരൻ. അറിയിക്കുന്നതും ആരാണ്? ആ പരമാത്മാവ് തന്നെയാണ്. ഒരു വാച്ചു നിർമ്മിക്കുന്നവൻ്റെ അറിവ് കൊണ്ട് അത് സൃഷ്ടിക്കപ്പെട്ടതും പ്രവർത്തിക്കുന്നതും. ഒരു വസ്തു നിർമ്മിച്ചു, അതിനെ പ്രവർത്തിപ്പിക്കുന്നത് നിർമ്മിച്ച ആളിൻ്റെ അറിവാണ്. ഇങ്ങനെ ചലിക്കുന്നതും ചലിക്കാത്തതും സൃഷ്ടിക്കപ്പെട്ടതും സൃഷ്ടിക്കപ്പെടാനിരിക്കുന്നതും എല്ലാം
അറിവായി ഈ പരമാത്മാവിൽ നിലനിൽക്കുന്നു എന്നാണ്. ഈ അറിവാണ് പ്രജ്ഞാനം. ആ പ്രജ്ഞാനമാണ് ഈ കണ്ടതെല്ലാം. അതിനാൽ പ്രജ്ഞാനം തന്നെയാണ് ബ്രഹ്മം എന്ന് അനന്തലഹരിയിൽ ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നു. ഉപനിഷത്തിലെ ഏറ്റവും മഹാത്മ്യമുള്ള വാക്കാണ് പ്രജ്ഞാനം ബ്രഹ്മ. തൻ്റെ പകരം വയ്ക്കാനില്ലാത്ത മഹത്തായിരിക്കുന്ന അറിവ് കൊണ്ട് ഈശ്വരൻ ഗംഭീരമായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ഏതു വസ്തുവിനെ പഠിക്കുമ്പോഴും അത് ഈശ്വരൻ്റെ പ്രജ്ഞാനമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വിനയത്തോടെ പ്രാർത്ഥനാഭരിതമായി പഠിച്ചു തുടങ്ങുക. എല്ലാം ഈശ്വരനാണ്. ഒരു വസ്തുവും ഒറ്റപ്പെട്ടതും അനാഥവുമല്ലാന്ന്. ആ മഹാജ്ഞാനത്തിൽ രൂപപ്പെട്ട മഹത്വമാർന്ന സൃഷ്ടികളാണ് കാണുന്നതെല്ലാം. ഇത് തിരിച്ചറിഞ്ഞ് അറിവ് നേടി പരമശാന്തിയിലേക്ക് മനുഷ്യജന്മത്തെ എത്തിക്കുവാൻ കഴിയണം. ആരിലാണോ അറിവിരിക്കുന്നത് അയാൾ പറഞ്ഞു തരാതെ അറിവൊരിക്കലും നമ്മിലേക്ക് എത്തുകയില്ല. തൻ്റെ സൃഷ്ടിജ്ഞാനം, പ്രജ്ഞാനം അല്പബുദ്ധികളായിരിക്കുന്ന മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തുവാനാണ് ഈശ്വരൻ വേദങ്ങളെ നമുക്ക് പ്രദാനം ചെയ്തത്. അതിനാൽ എന്തു ചെയ്യണം? വേദങ്ങളും ബ്രഹ്മവിദ്യയും അഭ്യസിക്കുക. നമുക്ക് സൃഷ്ടിയെയും സൃഷ്ടാവിനെയും ബോധ്യപ്പെടുവാൻ ഇടയാവണം. പ്രജ്ഞാനമാണ് ഈശ്വരൻ, ജ്ഞാനമാണ് ഈശ്വരൻ. സൃഷ്ടിക്കു മുമ്പും ജ്ഞാനമായിരിക്കുന്ന ഈശ്വരൻ പ്രകാശിച്ചിരുന്നു എന്ന് ഗുരുനാഥന്മാർ നമ്മളെ ഓർമ്മിപ്പിക്കും.